ഇന്ന് ഞാനിവിടെ ഗാർലിക് ബ്രെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഈസ്റ്റാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് ഈസ്റ്റ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തിളച്ച വെള്ളം ഒഴിക്കരുത്. തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് ആക്റ്റീവ് ആവത്തില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഈ ബൗൾ മൂടിയിട്ട് വേണം ഈസ്റ്റ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കേണ്ടത്. ഇതിവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. ഈസ്റ്റ് ഇവിടെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഗാർലിക്ക് നന്നായിട്ട് അരച്ചിട്ട് വേണം ഇട്ട് കൊടുക്കേണ്ടത്. 3 ടേബിൾ സ്പൂൺ ഗാർലിക് ബട്ടർ മെൽറ്റ് ചെയ്യിച്ചതും ഞാൻ ഇതിലേക്ക് ഒഴിക്കുവാണ്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം 3 കപ്പ് മൈദ മാവ് വേണം. ഓരോ കപ്പ് വീതം ഇട്ട് വേണം ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഈ മാവ് ടേബിൾ കൗണ്ടർ നന്നായി തുടച്ചിട്ട് ടേബിൾ കൗണ്ടറിൽ കുറച്ച് മാവ് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിട്ട് കുഴച്ചെടുക്കാം. നല്ല ശക്തിയായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ ഒരു സ്റ്റിക്കി പരുവത്തിലാണ് ഇത് നമ്മൾ കുഴയ്ക്കുന്നത്. പിന്നെ കുറേശ്ശെ മൈദാമാവ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുഴച്ചെടുത്താലേ അതിൻ്റെ സ്ട്രക്ചർ ശരിയാവത്തുള്ളൂ. ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കണം. ഇനി ഇതിന് പുറത്തേക്ക് കുറച്ച് ഒലിവ് ഓയിൽ തടവി കൊടുക്കാം. ഇനി ഈ മാവ് ഡബിൾ ആവാനായിട്ട് ബൗൾ കൊണ്ട് മൂടി 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇതിവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. മാവ് ഇവിടെ ഡബിളായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഒലിവ് ഓയിലും കൂടി തടവിയിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇങ്ങനെ അമർത്തി വേണം ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിന് പുറത്താണ് ഞാനിത് ഒന്ന് പരത്തിയെടുക്കുന്നത്. നന്നായി ഒന്ന് പരത്തിയ ശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇനി ഇതിന് പുറത്തേക്ക് സീസണിങ് ഇട്ട് കൊടുക്കാം. സീസണിങ്ങിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സും 1 ടേബിൾ സ്പൂൺ ഒറിഗാനോയും 1/4 ടേബിൾ സ്പൂൺ പാഴ്സ്ലി ലീവ്സും ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗാർലിക് ബ്രെഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാനുള്ള സീസണിങ് തയ്യാറായി. ഇനി ഇതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് നോക്കാം. ഇനി ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതിന് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരും. ഇതിന് മുകളിലേക്ക് സീസണിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ പരത്തി ഫോൾഡ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സീസണിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം.
ഇവിടെ 2 പീസ് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓവൻ ക്ലോസ് ചെയ്തിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഗാർലിക് ബ്രെഡ് ഇവിടെ തയ്യാറായി. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഗാർലിക് ബ്രെഡ് ഇരിക്കുന്നത്.